നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7th NCERT 7th ചാപ്റ്ററായുള്ള കമ്പയറിങ് ക്വാണ്ടിറ്റീസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കമ്പയറിങ് ക്വാണ്ടിറ്റീസ് മീൻസ് രണ്ട് തരത്തിലുള്ള വസ്തുക്കളെ കമ്പയർ ചെയ്യുക, രണ്ട് റേഷ്യോ അല്ലെങ്കിൽ രണ്ട് സ്പീഡ്സിനെ, അല്ലെങ്കിൽ ഒരു മീറ്ററിനെ അല്ലെങ്കിൽ മീറ്റർ കിലോമീറ്റർ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ അങ്ങനെ കമ്പയർ ചെയ്യലൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസും അതുപോലെ തന്നെ എക്സാമ്പിൾസും എല്ലാം സോൾവ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എക്സാമ്പിൾ 1ൽ എ പിക്നിക് ഈസ് ബീങ് പ്ലാൻഡ് ഇൻ എ സ്കൂൾ ഫോർ ക്ലാസ് 7. Girls are 60% of the total number of students and are 18 in number. The picnic site is 55 km from the school and the transport company is charging at the rate of ₹12 per kilometer. The total cost of refreshment will be ₹4280. ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. Can you tell the ratio of number of girls to the number of boys in the class? The cost per head if the 2 teachers are also going with the class. If the first stop is at the place 22 km from the school, what percentage of the total distance of 55 km is this? What percent of the distance left to be covered? ഇങ്ങനെയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ക്വസ്റ്റ്യൻ മീനിങ് നോക്കാം. എ പിക്നിക് ഈസ് ബീങ് പ്ലാൻഡ് ഇൻ എ സ്കൂൾ ഫോർ ക്ലാസ് 7. 7ാം ക്ലാസ്സുകാർക്ക് ഒരു ടൂർ അല്ലെങ്കിൽ പിക്നിക്ക് പ്ലാൻ ചെയ്യുകയാണ്. ദ ഗേൾസ് ആർ 60% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പം ടോട്ടൽ 100% ആണ്. ബോയ്സും ഗേൾസും കൂടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 100% ആണ്. അതിൻ്റെ 60% ആരാണ്? ഗേൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 60% എന്ന് പറയുന്നത് എത്രയാണ്? ഈ 18 നമ്പറാണ്. 60% ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 18 പിള്ളേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ പിക്നിക് സൈറ്റ് ഈസ് 55 km ഫ്രം ദ സ്കൂൾ. ഈ പിക്നിക്ക് പോകേണ്ട ദൂരം. അപ്പോൾ നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു എ എന്നൊരു പോയിൻ്റ് തൊട്ട് ബി വരെയാണ് ഇവർ പിക്നിക്ക് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ടോട്ടൽ പിക്നിക്ക് കിലോമീറ്ററാണ്. ഇത്രയും ഡിസ്റ്റൻസിനാണ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഈ ഡിസ്റ്റൻസാണ് നമുക്ക് 55 കിലോമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടി 12 രൂപയാണ് ഒരു കിലോമീറ്ററിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് പോകുമ്പോൾ ആലോചിക്കുക, ഈ ട്രിപ്പ് അങ്ങോട്ട് പോയതുപോലെ തന്നെ എ തൊട്ട് ബി വരെ പോയിട്ട് അങ്ങോട്ട് പോയതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും വരണം. ഇങ്ങോട്ടൊരു 55 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 × 55 അല്ലെങ്കിൽ 55 + 55 110 കിലോമീറ്ററാണ് ഇവർ ടോട്ടൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഫോർ റിഫ്രഷ്മെൻറ്റ് വിൽ ബി 4280. അപ്പോൾ ഇതിനവർക്കാവുന്ന ടോട്ടൽ ചിലവ് 4280 4280 രൂപയാണ് ഒക്കെ ചിലവാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഈക്വൽ നമ്മൾ എക്സാക്റ്റ് എടുക്കുകയാണെങ്കിൽ 60% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന. എത്രയാണ് തന്നിരുന്നത്? 18 അല്ലേ? 18. ടോട്ടൽ പെർസെൻറ്റേജിൻ്റെ 18 തന്നിരിക്കുന്നത് എന്താണ്? 60% ഓഫ് സ്റ്റുഡൻസ് ആണ്. 60% നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 60% എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം 60/100 എന്നാണ്. 5% എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം 5/100 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 60% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഓഫ് മീൻസ് ഇൻറ്റു ആണ്. 60/100 ഓഫ് എക്സ് ഈക്വൽ ടു 18 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 100 അങ്ങോട്ട് കൊണ്ടുപോവുക. സാധനം മാറിപ്പോയി. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് ഈ 100 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂമറേറ്ററിലിട്ടും ഈ 60 ഇവിടെ ഈക്വൽ ടു പ്രത്യേകം ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു
ഇതുകൊണ്ട് അങ്ങോട്ട് 100 അങ്ങോട്ട് പോകുമ്പോൾ 18 ഇൻറ്റു 100 60 ഡിനോമിനേറ്ററിൽ വരും, ഡിവൈഡ് ബൈ 60. ന്യൂമറലിൽ 0 ക്യാൻസലാവും. 6 വെച്ച് 3s are 18. അപ്പോൾ ന്യൂമറൽ എന്തായാലും 3 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 30 സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ടോട്ടലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം 30 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടോട്ടൽ 18 ഗേൾസിൽ ബാക്കി അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം എത്ര കിട്ടും? ബോയ്സ് ഈക്വൽ ടു 30 മൈനസ് 18 അല്ലേ? അപ്പോൾ എത്ര വരും? 12 എന്ന് കിട്ടും. ഈ 30 മൈനസ് 18 12. ബോയ്സിൻ്റെ എണ്ണം 12, ഗേൾസിൻ്റെ എണ്ണം 18. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു ദ റേഷ്യോ ഓഫ് ദ ബോയ്സ്. ടു ദ എന്ന് പറയുന്ന സംഭവം താഴെ എഴുതുക. മീൻസ് റേഷ്യോ ഓഫ് girls to the ratio of boys. അങ്ങനെ വരുമ്പോൾ റേഷ്യോ ഓഫ് ഗേൾസ് എത്രയാണ്? ഗേൾസിൻ്റെ എണ്ണം എത്ര തന്നിട്ടുള്ളത്? നമുക്ക് 18 എന്നാണ്. ബോയ്സിൻ്റെ എണ്ണം നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചു? 12 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് 6 വെച്ച് 6 ഇൻറ്റു 2 സാർ 12, 6 3s are 18. അപ്പോൾ റേഷ്യോ എത്രയെന്ന് വരും? 3/2. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 3:2 റേഷ്യോ ആണ് ബോയ്സ് ടു ഗേൾസ് റേഷ്യോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനോട്ട് പോകാം. സെക്കൻഡ്, ദ കോസ്റ്റ് പെർ ഹെഡ് ഇഫ് ദ 2 ടീച്ചേഴ്സ് ആർ ഓൾസോ ഗോയിങ് വിത്ത് ദ ക്ലാസ്. നമുക്കറിയാം ടോട്ടൽ 30 കുട്ടികളുണ്ട്. 30 കുട്ടികളല്ലാതെ എത്ര ടീച്ചേഴ്സും കൂടെ പോകുന്നുണ്ട്? സ്റ്റുഡൻസ് ഈക്വൽ ടു 30, നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഈക്വൽ എത്രയാണ്? 2. അങ്ങനെ ടോട്ടൽ 32 ആണുള്ളത്. അതവിടെ ഇരിക്കട്ടെ. നമുക്കിത് ചെയ്യേണ്ടത് കോസ്റ്റ് പെർ ഹെഡ്. അപ്പോൾ ടോട്ടൽ നമ്മൾ കണ്ടു. അപ്പോൾ ഒരാൾക്ക് എത്ര രൂപയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് അല്ലേ? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു എത്ര വരും? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണ്? 2 ഇൻറ്റു 55 പ്ലസ് ഇൻറ്റു 12 ഉണ്ട്. 2 ഇൻറ്റു 12 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കവർ ചെയ്യേണ്ടത് 55 ഇൻറ്റു 2, അങ്ങോട്ട് 55 ഇങ്ങോട്ട് 55, A to B 55, B to A 55. അങ്ങനെ ടോട്ടൽ 2 ഇൻറ്റു 55 ഇൻറ്റു 12 എന്നത് എന്താണ്? 1 കിലോമീറ്ററിന് 12 രൂപയാണെങ്കിൽ ടോട്ടൽ ഇത്രയും കിലോമീറ്ററിന് എത്രയായിരിക്കും? എത്ര കിലോമീറ്ററാണോ ഉള്ളത് ആ കിലോമീറ്ററിൻ്റെ 12 മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ഫുഡും ബാക്കിയുള്ള സംഭവത്തിന് വേണ്ടി ഈ റിഫ്രഷ്മെൻറ്റ്സിന് വേണ്ടി 4,280 റുപ്പീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 4,280 കൂടെ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ചെയ്യുമ്പോൾ 2 ഇൻറ്റു 55 എത്ര കിട്ടും? നമുക്ക് 110 ഇൻറ്റു 12 കിട്ടും, പ്ലസ് 4280. അപ്പോൾ നമുക്ക് 12 ഇൻറ്റു 11 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 ഇൻറ്റു 11 1320, 1320 പ്ലസ് 4280 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5600, 5600. അപ്പോൾ റുപ്പീസ് 5600 ആണ് നമുക്ക് ടോട്ടൽ ഈ 32 പേർക്ക് ആകുന്ന ചിലവ്. ഒരാൾക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് പെർ ഹെഡ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? കോസ്റ്റ് പെർ ഹെഡ് ഈക്വൽ ടു 5600 ഡിവൈഡ് ബൈ എത്ര ടോട്ടലുണ്ട്? 32 പേർക്ക്. 32 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32 ഇൻറ്റു എത്ര കിട്ടും? 32 വെച്ച് ചെയ്യുമ്പോൾ 560 ബൈ 32, ഒരു പ്രാവശ്യം 32, 4 2 240 ആകുമ്പോൾ 721 721
224 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 1 160 എത്ര 5 175 ഒരാൾക്ക് ഉണ്ടാകുന്ന എത്രയാണ് കോസ്റ്റ് ഓഫ് റുപ്പീസ് 175 രൂപയാണ് പെർ ഹെഡ് ഉണ്ടാകുന്നത് പെർ ഹെഡ് വരുന്ന ചിലവ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി റുപ്പീസ് 175 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോണല്ലോ ഗൈസ്. If the first stop at the place 22 km from the school, at what percentage of the total distance of 55 km is this? ഫസ്റ്റ് സ്റ്റോപ്പ് ഇപ്പം എ ടു ബി വരെ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. എ ടു ബി വരെ ട്രാവൽ ചെയ്യാണ് ഇത്രയും 55 പറഞ്ഞല്ലോ നമ്മൾ 55 ആണ് ടോട്ടൽ കിലോമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റോപ്പ് ഒരു പി എന്നൊരു സ്റ്റോപ്പ് എത്ര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇവിടെ എടുത്താൽ 22 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ നിർത്തി. ഓക്കെ, ബാക്കി അപ്പോൾ എത്രയും കണ്ടുപിടിക്കണം. എത്രയായിരിക്കും? 33 കിലോമീറ്റർ അല്ലേ ഈ പറഞ്ഞ 55 മൈനസ് 22 ചെയ്യുമ്പോൾ കിട്ടുന്ന 33 ആയിരിക്കുമല്ലോ ഇത്രയുള്ള ഡിസ്റ്റൻസ് പി ടു ബി വരെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫസ്റ്റ് സ്റ്റോപ്പ് ഒരു 22 കിലോമീറ്റർ കഴിഞ്ഞ് നിർത്തി, ഈ നിർത്തിയിരിക്കുന്നതാണ് ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ചെയ്യാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. എങ്ങനെ ചെയ്യാം? ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പം സ്റ്റെപ്പ് ഏതാണ് എന്ത് ചെയ്യും? പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ് 22 കിലോമീറ്റേഴ്സ്, ടോട്ടൽ എത്രയാണ് 55 ഇൻറ്റു 100. ന്യൂമറേറ്ററിൽ 11 വെച്ച് 2, 11 വെച്ച് 5 വെച്ച് ഇത് 20 ടൈംസ്, ഒക്കെ എത്ര കിട്ടും 2 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ടോട്ടൽ ട്രിപ്പിൻ്റെ 40% ആണ് അവരെന്ത് ചെയ്തത് ഇത്രയും നേരമായിട്ട് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഡിസ്റ്റൻസ് ഈസ് ലെഫ്റ്റ് ടു ബി കവർ. ബാക്കി എത്ര ഡിസ്റ്റൻസ് ആണ് അവർക്ക് കവർ ചെയ്യാനുള്ളത്. പെർസെൻറ്റേജ് ഓഫ് ഡിസ്റ്റൻസ് ടു ബി കവേർഡ് ഈക്വൽ ടു, എങ്ങനെയാണ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് കണ്ടുപിടിക്കണ്ടേ? ബാക്കി എത്ര ഡിസ്റ്റൻസ് ഉണ്ട് 33 അല്ലേ, ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ് 55 ഇൻറ്റു 100 ചെയ്യുക. 3 വെച്ച് ചെയ്യുമ്പോൾ 3 ടൈംസ് 11 വെച്ച് 3 ടൈംസ് 11 വെച്ച് 5 ടൈംസ് 5 വെച്ച് 100 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 20. അപ്പോൾ എത്ര കിട്ടും 3 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 60% ആണ് ഞങ്ങൾക്ക് ബാക്കി ട്രാവൽ ചെയ്യാൻ ഉള്ളത് ടോട്ടൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കടുത്ത് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ബാക്കി എക്സാമ്പിൾസിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എക്സാമ്പിൾസ് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മളത് സിമ്പിളായിട്ടൊരു പേപ്പറിൽ എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ട ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് എക്സസൈസ് 7.1 നോക്കാം. എക്സസൈസ് 7.1 എക്സർസൈസ് 7.1 ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ദ സ്പീഡ് ഓഫ് സൈക്കിൾ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ സ്പീഡ് ഓഫ് സൈക്കിൾ 15 km/h ടു ദ സ്പീഡ് ഓഫ് സ്കൂട്ടർ 30 km/h. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെ യൂണിറ്റ് സെയിം ആയിരിക്കണം. ഇപ്പോൾ 2 km/h സൈക്കിളിൻ്റെതായാലും സ്കൂട്ടറിൻ്റെ ആയാലും ഉള്ളത്. അപ്പോൾ എൻ്റെ റേഷ്യോ എടുക്കുന്നത് സൈക്കിൾ 15 km, സ്പീഡ് ഓഫ് സൈക്കിൾ ബൈ സ്പീഡ് ഓഫ് സ്കൂട്ടർ ഈക്വൽ എത്രയാണ്, സൈക്കിളിൻ്റെ സ്പീഡ് എത്രയാണ് 50/30. രണ്ടുപേരുടെ യൂണിറ്റ് സെയിം ആണ്. അപ്പോൾ 15ൻ്റെ ടേബിൾ നോക്കാം. 15 × 1 ആണ് 15, 15 × 2 ആണ്
30. അപ്പം 1/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ റേഷ്യോ പറയുമ്പോൾ ഇത് 1:2 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബി ക്വസ്റ്റ്യൻ 5 meter to 10 kilometer. 5 meter to 10 kilometer. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരെണ്ണം മീറ്ററിലും ഒരെണ്ണം കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം 1 kilometer ഈക്വൽ എത്രയാണ്? 1000 മീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 10 kilometer നമുക്ക് എങ്ങനെയാക്കാം? 10 into 1000 which is equal to 10,000 മീറ്റർ എന്ന് എഴുതാൻ പറ്റും. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 മീറ്ററിനെ 5 എന്നും 10 കിലോമീറ്ററിനെ 10,000 മീറ്റർ എന്നും എഴുതാം. ഓക്കെ, ഇനി 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ടേബിൾ 1 ടൈം 10 എടുക്കുമ്പോൾ 5 ടേബിൾ 2 ബാക്കി എത്ര കിട്ടും? 3 0 കൂടെ ആകുമ്പോൾ 2000 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 1:2000 ആണ് എൻ്റെ ആൻസർ. ഈ ക്യാൻസൽ ചെയ്യുന്ന പറയുന്നത് ഡിനോമിനേറ്റർ 5 ടേബിൾ 1 ടൈം ആയതുകൊണ്ടാണ് താഴെ എന്തെയും 10 into 1000 നമുക്ക് എഴുതാമല്ലോ. 10,000 തന്നെ എന്ന് പറഞ്ഞാൽ 10 into 1000 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഇവിടെ മുകളിൽ 5 ഉണ്ടായിരുന്നു, അപ്പോൾ 5നെ ഞാൻ 1 ടൈം ക്യാൻസൽ ചെയ്തു. 5 ടേബിൾ 2 ടൈംസ് ബാക്കി 1/2 into 1000 1:2000 എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത് 50 പൈസ to ₹5. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ടൊന്ന് പൈസയിലും റുപ്പീസിലും തന്നിരിക്കുന്നത്. നമുക്കറിയാം 1 rupee ഈക്വൽ ടു എത്രയാണ്? 100 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 5 rupees എത്രയായിരിക്കും? 500 പൈസയാണ്. ഓക്കെ, നമുക്കപ്പോൾ അതിവിടെ എഴുതാം. 50 by 5 rupees 500 എന്ന് കൊടുക്കാം. 5000 അല്ലല്ലോ. 50 by 500 എന്ന് കൊടുക്കാം. അതിൽ 50 by താഴെയുള്ളത് 50 into 10 എന്ന് എഴുതിക്കൂടെ? 500നെ ക്യാൻസലാവും. ഇവിടെ 1 ആവും. 1:10 എന്ന് വരും. ഇവിടെ 1 വരും. 50 വെച്ച് 1 ടൈം, ഇവിടെ 50 വെച്ച് 1 ടൈം ഈക്വൽ ടു 1/10 വിച്ച് ഈസ് ഈക്വൽ ടു 1:10 റേഷ്യോ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ തേർഡ് AI, BI, CI 3 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? കൺവേർട്ട് ദ ഫോളോയിങ് റേഷ്യോസ് ടു പെർസെൻറ്റേജ്. റേഷ്യോയെ പെർസെൻറ്റേജ് ആക്കുക. റേഷ്യോ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. അതിൽ ഏതെന്ന് വെച്ചാൽ 3:4 ആണ്. 3:4. അപ്പോൾ 3:4 നമുക്ക് മാറ്റാൻ വേണ്ടി 3/4 എന്ന് എഴുതുക. 3:4 നമുക്ക് 3/4 എന്ന് എഴുതാം. പെർസെൻറ്റേജ് ആക്കാൻ പറഞ്ഞാൽ ആ നമ്പറിന് ജസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 100. 4 ടേബിളിൽ എത്ര വർഷം വരും? 100 25 ടൈംസ് 4 25 വിച്ച് ഈസ് ഈക്വൽ എത്ര? 3 into 25 വിച്ച് ഈസ് ഈക്വൽ ടു 75. അത്രയും പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അടുത്ത ബി 2:3. 2:3 നമുക്ക് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. ഇൻറ്റു 100. 3ൽ പോവില്ല, 100 ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ന്യൂമറേറ്ററിൽ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 100നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മുകളിൽ 2 into 100 200 divided by 3 എന്ന് എഴുതാം. 200നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ൽ പോവില്ല, അപ്പം 20 എടുക്കുക. 6 3s are 18, 2 0, വീണ്ടും 6 3s are 18, ബാക്കി റിമൈൻഡർ 2 എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇത് ആദ്യം എഴുതുക, മിക്സഡ് ഫ്രാക്ഷൻ എഴുതാൻ. രണ്ടാമത് ഇത് മൂന്നാമത് എഴുതുക. അപ്പോൾ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ കിട്ടും? ഇസ് ഈക്വൽ ടു 66 2/3 പെർസെൻറ്റേജ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ 72% ഓഫ് 25 സ്റ്റുഡൻസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ്. 25 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിനകത്തുള്ള 72% പിള്ളേർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, മാത്സ് പഠിക്കാൻ ഇഷ്ടമുണ്ട്. ഹൗ മെനി ആർ നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ദ മാത്തമാറ്റിക്സ്. അപ്പം ഇഷ്ടമില്ലാത്ത എത്ര പേരെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് കണ്ടുപിടിക്കാം. Percentage of students interested in
മാത്തമാറ്റിക്സ് ഈക്വൽ ടു എത്രയാണ്? 72% ആണ്. അപ്പം 72% ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആൾക്കാർ എത്ര ആയിരിക്കും? പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് നോട്ട് ഇൻട്രസ്റ്റഡ്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത എത്ര ആയിരിക്കും? ടോട്ടൽ 100% ആണല്ലോ നമ്മളെല്ലാം എടുക്കുന്നത്, 100% ആണ് കണക്ക് വരുന്നത്. ടോട്ടൽ 100ൽ 72% ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാൻ 100 - 72 ചെയ്യുക. 100 - 72 വിച്ച് ഈസ് ഈക്വൽ ടു 28% ആണ് മാത്സ് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ. ഓക്കെ, അപ്പോൾ അത് പെർസെൻറ്റേജ് നമുക്ക് കിട്ടി. ഇത് എത്ര എണ്ണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എണ്ണം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ദ നമ്പർ ഓഫ് എണ്ണം എന്ന് പറഞ്ഞ നമ്പറാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആൾക്കാർ എത്ര? 28% അല്ലേ? 28/100 ഓഫ് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? 25 സ്റ്റുഡൻസ് അല്ലേ? ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 25%-നാണ് ടോട്ടൽ സ്റ്റുഡൻസ് 25 സ്റ്റുഡൻസിൽ 22% ആൾക്കാർക്കാണ് താല്പര്യമില്ലാത്തത്. 28/100 × 25. 25ഉം 100ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 4 ടൈംസ്. ബാക്കി എത്ര ഇട്ട് നമുക്ക്? 28/4. 4ൻ്റെ ടേബിളിൽ 7 ടൈംസ് ആണ്. 4 × 1 4, 4 × 7 ആണ് 28 വരുന്നത്. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 7/1 അല്ലെങ്കിൽ 7 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര പറയാം? 7 സ്റ്റുഡൻസിനാണ് ടോട്ടൽ മാത്സ് ഇൻട്രസ്റ്റ് അല്ലാത്തത്. 25 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 7 സ്റ്റുഡൻസിനാണ് മാത്സ് ഇഷ്ടമല്ലാത്തത്. ഓക്കെ, അടുത്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ മീൻസ് എ ഫുട്ബോൾ ടീം വോൺ 10 മാച്ചസ് ഔട്ട് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ദേ പ്ലേഡ്. ടോട്ടൽ ഒരു ഫുട്ബോൾ ടീം കളിച്ചിട്ടുള്ള കളിയിൽ 10 മാച്ചസ് അവർ ജയിച്ചിട്ടുണ്ട്. ഇഫ് ദ വിൻ പെർസെൻറ്റേജ് വാസ് 40, ദെൻ ഹൗ മെനി മാച്ചസ് ഡിഡ് ദേ പ്ലേ ഇൻ ഓൾ? അവർ കളിക്കുന്നതിൽ ജയിക്കാനുള്ള സാധ്യത 40% ആണെങ്കിൽ അവർ ടോട്ടൽ എത്ര കളി ജയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് അനുസരിച്ച് നമുക്ക് എഴുതാം. തന്നിട്ടുള്ള എന്തൊക്കെയാണ്? നമ്പർ ഓഫ് മാച്ചസ് ദേ വോൺ ഈക്വൽ ടു എത്രയാണ്? 10 മാച്ചസ് ആണ് ജയിച്ചത്. നമുക്ക് എത്ര മാച്ചസ് എല്ലാവരും കളിച്ചതാണ് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുള്ള ആദ്യം എടുത്ത് എഴുതാം. വിൻ പെർസെൻറ്റേജ് എത്ര? വിൻ പെർസെൻറ്റേജ് ഈക്വൽ എത്രയാണ്? 40% ആണ്. ഹൗ മെനി മാച്ചസ് ഡിഡ് ദേ പ്ലേ ഇൻ ഓൾ? ടോട്ടൽ എത്ര മാച്ചസ് കണ്ടുപിടിച്ചതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഫോർമുല എങ്ങനെയാണ്? വിൻ പെർസെൻറ്റേജ് ഈക്വൽ ടു നമ്പർ ഓഫ് മാച്ചസ് won by total matches into 100. അപ്പോൾ ഫോർമുല ഇതാണ്. വിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ളത് വിൻ പെർസെൻറ്റേജ് ഈക്വൽ നമ്പർ ഓഫ് മാച്ചസ് വോൺ ബൈ ടോട്ടൽ മാച്ചസ് ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ ഇനി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൻ പെർസെൻറ്റേജ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മാച്ചസ് ദേ വോൺ, എത്ര മാച്ചസ് ആണ് കളിച്ചത് ജയിച്ചത്? 10 മാച്ചസ്. ടോട്ടൽ നമുക്ക് തന്നിട്ടില്ല. ടോട്ടൽ അവിടെ എഴുതുക ഇൻറ്റു 100. ഈ ടോട്ടൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ നമുക്ക് അങ്ങോട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ബാക്കി നമുക്ക് 40 നമുക്ക് എന്ത് ചെയ്യാം? താഴോട്ടും കൊണ്ടുവരിക. 40 ഇങ്ങോട്ട് കൊണ്ടുവരിക, ടോട്ടൽ മുകളിലോട്ട് കൊണ്ടുപോകാം. ടോട്ടൽ ഈക്വൽ ടു 10 × 100 അതുപോലെ ഇവിടെ ഉണ്ട്. 100 അവിടെ ഉണ്ട്. ഡിവൈഡ് ബൈ 40 വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും 0യും ഈ 0യും ക്യാൻസലാവും. 100ഉം 4 മാച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. ടോട്ടൽ എത്ര മാച്ചസ് ഉണ്ട്? 25 മാച്ചസ് അവർ കളിച്ചിട്ടുണ്ട്. അതിലാണ് ഈ 10 മാച്ചസ് അല്ലേ? 10 മാച്ചസ് അവർ ജയിച്ചത്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ എക്സസൈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If Chameli had 600 left after spending 75% of their money, how much did she have in the beginning? ചമേലി പുറത്തൊരു ഷോപ്പിങ്ങിന് എന്തോ പോവുക. അപ്പോൾ ടോട്ടൽ എത്രയോ പൈസ ഉണ്ടായിരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന 75% പൈസ
സ്പെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി എത്ര രൂപ ചമയുടെ കയ്യിലുണ്ട്? 600 രൂപ, 600 റുപ്പീസ് കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ എത്രയാണ് ആദ്യം ഉണ്ടായിരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് എത്ര തന്നിട്ടുണ്ട്, എടുത്ത് എഴുതാം. പെർസെൻറ്റേജ് ഓഫ് മണി സ്പെൻഡ്, എത്രമാത്രം ആൾ സ്പെൻഡ് ചെയ്തു? ഉണ്ടായിരുന്നതിൻ്റെ 75% ആൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ലെഫ്റ്റ് എത്രയാണ്? പെർസെൻറ്റേജ് ഞാനിവിടെ സിമ്പിൾ യൂസ് ചെയ്യണം. പെർസെൻറ്റേജ് ഓഫ് മണി ലെഫ്റ്റ് എത്രയായിരിക്കും? ടോട്ടൽ ഉണ്ടായിരുന്നു നമ്മൾ 100% എടുക്കുകയാണെങ്കിൽ ബാക്കി സ്പെൻഡ് ചെയ്ത് 75 ആണെങ്കിൽ 100 - 75 ആയിട്ടുള്ള 25% ആയിരിക്കും ഇനി എന്ത് ചെയ്യുന്നത്? ആളുടെ കയ്യിൽ ബാക്കി ഉണ്ടാകുന്നത്. ആ 25% ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന 600 രൂപയെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കുണ്ടാകും ടോട്ടൽ മണി എത്ര? ടോട്ടൽ മണി ബി എക്സ്. നമ്മൾ ടോട്ടൽ മണി എക്സ് അല്ലെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എക്സ് മണി ഉണ്ടായിരുന്നു വിചാരിക്കുക. മണി ലെഫ്റ്റ് എത്രയാണ്? മണി ലെഫ്റ്റ് എത്രയാണ്? 600 രൂപയാണ് ആളുടെ കയ്യിൽ ബാക്കിയുള്ളത്. റുപ്പീസ് 600. ഓക്കെ, ഫസ്റ്റ് മണി ലെഫ്റ്റ് 600 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല എങ്ങനെയാണ്? പെർസെൻറ്റേജ് ഓഫ് മണി ലെഫ്റ്റ് ഈക്വൽ ടു മണി ലെഫ്റ്റ് ബൈ ടോട്ടൽ മണി ഇൻറ്റു 100. ബാക്കി എത്രയാണ്? പെർസെൻറ്റേജ് ഓഫ് മണി ലെഫ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എങ്ങനെയാണ്? മാർക്ക് ചെയ്തിട്ടോ. പെർസെൻറ്റേജ് ഓഫ് മണി ലെഫ്റ്റ് ഈക്വൽ ടു മണി ലെഫ്റ്റ് ബൈ ടോട്ടൽ മണി ഇൻറ്റു 100 ആണ് എൻ്റെ ഫോർമുല. അപ്പം മണി ലെഫ്റ്റ് എത്രയാണ്? പെർസെൻറ്റേജ് ഓഫ് മണി ലെഫ്റ്റ് എത്രയാണ്? 25% ആണല്ലോ ബാക്കിയുള്ളത്. മണി ലെഫ്റ്റ് എത്രയാണ്? 600 രൂപയുണ്ട്. ടോട്ടൽ എത്രയായിരുന്നു? അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം, ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുന്നത്, അതിന് വേണ്ടി എക്സ് അങ്ങോട്ട് കൊണ്ടുപോവുക, 25 താഴെ കൊണ്ടുവരിക. എക്സ് ഈക്വൽ ടു 600 ഇൻറ്റു 100 ബൈ 25. 25 ടേബിളിൽ 4 ടൈംസ് ആണ് 100. 600 ഇൻറ്റു 4, 6 ഇൻറ്റു 4 എത്ര? 24, 2 0. ഇസ് ഈക്വൽ ടു റുപ്പീസ് 2400 ആണ് ചമയലിൻ്റെ കയ്യിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 100% ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ 7th ചാപ്റ്റർ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിൽ ഫസ്റ്റ് സെഷൻ എക്സസൈസ് 7.1 വരെയുള്ള ക്വസ്റ്റ്യൻസ് എത്ര നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കാണാം.